നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം പ്രശാന്ത്. 31ാമത് ഈ സൗത്ത് ഇന്ത്യ ദക്ഷിണ മേഖലാ കൗൺസിൽ മുഖ്യമന്ത്രിമാരുടെ യോഗം, അത് കഴിഞ്ഞ ദിവസം ചെന്നൈ മഹാബലിപുരത്ത് വെച്ചായിരുന്നു. 5 മുഖ്യമന്ത്രിമാർ അല്ലേ, പോണ്ടിച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണർ എല്ലാവരും പങ്കെടുത്തു. സൗത്ത് ഇന്ത്യയുടെ മൊത്തം ഗ്രീവൻസസ്, നമ്മുടെ പരിഭവങ്ങൾ, ആവശ്യങ്ങളൊക്കെ പരസ്പരം മുഖ്യമന്ത്രിമാർ തമ്മിൽ, സംസ്ഥാനങ്ങൾ തമ്മിൽ കൈമാറുകയും അത് അമിത്ഷാ അടക്കമുള്ള കേന്ദ്ര പ്രതിനിധികൾക്ക് അവരുടെ സാന്നിധ്യത്തിൽ പറയുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ കൺസേൺ ശരിക്കും അത് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുമായിട്ടായിരുന്നു. കാരണം ബജറ്റിൽ നിയമസഭയിൽ വിജയ് പ്രഖ്യാപിച്ചിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വരുന്നതിനെ എതിർക്കുമെന്ന്. വി ഡി സതീശൻ എനിക്ക് ഇതൊന്നും കാല് പിടിച്ചതുവരെ പറയുകയാണ്, നിങ്ങൾ പുതിയ ഡാം കെട്ടാൻ അനുമതി നൽകിയാൽ മുല്ലപ്പെരിയാറിലെ മുഴുവൻ ജലവും ഞങ്ങൾ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു. ഇപ്പോൾ വിജയിൻ്റെ തീരുമാനം വന്നിട്ടില്ല. അതുപോലെ തന്നെ ഒരു മാസം മുമ്പാണ് തമിഴ്നാട് സർക്കാർ അവിടെ മിനറൽസ് നയം ഒന്ന് ഭേദഗതി ചെയ്ത് ഘടിപ്പിച്ചത്, ഉത്തരവിറക്കി. അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള ചല്ലി, എംസാൻഡ്, പാറപ്പൊടി അങ്ങനെയുള്ള ഒരു നിർമ്മാണം പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല, മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകാൻ പാടില്ല. ഇപ്പോൾ വിജയുമായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്ത് ഏതാണ്ട് കേരളത്തിനെ മാത്രം ഇതിന് ഒഴിവാക്കുന്ന കാര്യം അനുഭാവപൂർവ്വം ഇവിടുത്തെ ഈ വിഴിഞ്ഞമടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മുൻനിർത്തി അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറയുന്നത്. പിന്നെ കേന്ദ്രത്തിനോട് നമ്മൾ ആവശ്യപ്പെട്ടത് ഒരു മിഷൻ സമുദ്ര, അത് UDF സർക്കാരിൻ്റെ ബജറ്റിൽ ബ്ലൂ എക്കോണമി, അതെ, 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയ പദ്ധതിയാണ്. കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുകയാണ് ശരിക്കും ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള എല്ലാം തൊട്ടയൽ സംസ്ഥാനങ്ങളെല്ലാം സഹകരിക്കണം. അതായത് ചരക്ക് നീക്കത്തിലായാലും മറ്റേ പാരിസ്ഥിതിക അനുമതിയുടെ കാര്യത്തിൽ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നമ്മൾ ടോൾ അടച്ചത് കഴിഞ്ഞ 2026 ജൂൺ മാത്രം 2.25 കോടി 2.16 കോടി രൂപ ടോൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംസ്ഥാന ഗതാഗത സ്ഥാപനങ്ങൾ, ഇപ്പോൾ KSRTC അടക്കമുള്ള, അതാണല്ലോ പ്രധാനമായിട്ടും അവർക്ക് നമ്മൾ ഇത്രയും ടോൾ അടച്ചത് കൊണ്ട് അവർക്കടക്കം അതിൻ്റെ ഇളവുണ്ടാകണം. കാരണം KSRTC ബസ് തലങ്ങും വിലങ്ങും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇളവുണ്ടാകണമെന്നൊരു ആവശ്യം കേന്ദ്രത്തിന് മുമ്പേ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തലശ്ശേരി, മൈസൂർ, നിലമ്പൂർ, നഞ്ചങ്കോട് റെയിൽപാതകൾ യാഥാർത്ഥ്യമാക്കണം. അതുപോലെ തന്നെ രാത്രികാല യാത്ര, കർണാടകയിലെ ബന്ദിപ്പൂരിലൂടെയൊക്കെയുള്ള രാത്രികാല യാത്ര, വാഹനയാത്ര നിരോധിച്ചിരിക്കുകയാണല്ലോ. ആ നിരോധനം ഒന്ന് വേവ് ചെയ്ത് കിട്ടാനായിട്ടുള്ള പരമാവധി നീക്കങ്ങളുണ്ടാകും. ഇങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങൾ, ഏതാണ്ട് ഒരു 5ഓളം ആവശ്യങ്ങളാണ് സംസ്ഥാനം തമിഴ്നാടിനോട് മുന്നിൽ വച്ചിരിക്കുന്നതും ഈ കേന്ദ്രത്തോടും മറ്റ് സംസ്ഥാന മുഖ്യമന്ത്രിമാരോടും വച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കേരളത്തിന് ന്യായമായ അവകാശങ്ങളാണ് അല്ലേ, ആവശ്യങ്ങളാണ്. പക്ഷെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഒന്ന് രണ്ട് ചില പൊടിക്കൈകൾ അമിത്ഷായുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. കാരണം വിജയ് അമിത്ഷയും തമ്മിൽ നല്ല വിജയ് അമിത്ഷയും എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടല്ല, വിജയുടെ TVKയും BJPയും വിജയുടെ സിനിമ ഇറങ്ങിയ സമയം തൊട്ടുള്ളൊരു BJP സർക്കാരുമായിട്ടുള്ള ഉടക്കാണ് അല്ലേ. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് രണ്ട് ധ്രുവത്തിലാണ്. പക്ഷേ ഇപ്പോൾ DMK സ്റ്റാലിൻ പറയുന്നത് വിജയ് അവിടെ ഒരു U-ടേൺ എടുത്തു. കഴിഞ്ഞ ദിവസം വിജയ് തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു U-ടേൺ എടുത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ചില സുപ്രധാന നീക്കങ്ങളെ വിജയ് പിന്തുണച്ചു. ശരിയായില്ല, തമിഴരെ അവഹേളിക്കുന്നതാണെന്നൊക്കെ വീണ്ടും ഈ മക്കൾ വാദം, തമിഴ് രാഷ്ട്രീയം, ദ്രാവിഡ തുറപ്പിച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ വീണ്ടും സ്റ്റാലിൻ ഓൺ ബിഹാഫ് ഓഫ് DMK ഇറക്കി തുടങ്ങി. അത് എത്ര കണ്ട് ഏഷ്യം തമിഴ്നാട്ടിലെന്ന് നമുക്ക് കണ്ടറിയണം. പക്ഷേ സ്റ്റാലിൻ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ വിജയ് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നിർണായകമായ ചില സ്വാഭാവിക പിന്തുണയൊക്കെ വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ വിജയുടെ മറ്റേ നുറുങ്ങ് പൊടിക്കൈ ആവശ്യങ്ങളും ഈ കേന്ദ്രത്തോടുള്ളൊരു? ഇവരെല്ലാം ഇതൊക്കെ പറഞ്ഞു, അമിത്ഷാ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, കേട്ടിട്ടങ്ങ് പോയി. അതെ, അപ്പോൾ എല്ലാം നോക്കാം, പരിഗണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മടങ്ങി. ഇവിടെ സത്യത്തിൽ ഈ തമിഴ് രാഷ്ട്രീയം നമ്മളീ പുറമേ കാണുന്ന പോലെയല്ല, അതിനൊരുപാട് അടിയൊഴുക്കുകളുണ്ട്. അതെല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയത്തിലൊരു അടിയൊഴുക്കുണ്ടാകും. ഇവിടെ വിജയ് ഉന്നയിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ എനിക്കതിൽ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രസക്തമായിട്ട് വിജയ് ഉന്നയിച്ചതിൽ ചർച്ച ചെയ്യാനായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കേണ്ടത് ആ 2 വിഷയങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഈ വിജയ് പറഞ്ഞത് നീറ്റ്
രണ്ടാമത്തെ കാര്യം ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടത്. ജമ്മു കാശ്മീരിനെ പണ്ട് നമ്മൾ കോൺഗ്രസ് മറ്റേ ആർട്ടിക്കിൾ 370 ഉണ്ടായിരുന്നപ്പോൾ ഒഴിവാക്കി. ഈ നിയമം ഇന്ത്യ മഹാരാജ്യത്ത് എല്ലായിടത്തും നമ്മൾ പാസ്സാക്കും, എല്ലായിടത്തും ഇത് ആപ്ലിക്കബിൾ ആണ്, എക്സെപ്റ്റ് ജമ്മു ആൻഡ് എക്സെപ്റ്റ് കാശ്മീർ. അവർ കാശ്മീരിൽ പോകും പറയുക ഞങ്ങൾ ഇന്ത്യയിൽ നിന്നും കാശ്മീരിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഈ നീറ്റ് എക്സാം തമിഴ്നാടിന് വേണ്ടി മാത്രം ഒഴിവാക്കി കൊടുക്കണം, എന്നിട്ട് ഹയർ സെക്കൻഡറിയുടെ എൻട്രൻസും അല്ല, ഹയർ സെക്കൻഡറിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെയാണ് പണ്ട് യൂണിവേഴ്സിറ്റികളിലെല്ലാം മാർഗ് തിരുത്തൽ ഉൾപ്പെടെ വലിയ മാൽ പ്രാക്ടീസുകൾ കണ്ടുപിടിച്ചത്. കാരണം ഈ മാർഗ് വെച്ചിട്ടാണ് പലരും MBBS-നും എഞ്ചിനീയറിങ്ങിനും ഒക്കെ അഡ്മിഷൻ നേടിയിരുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ മാർഗ് ടാബുലേറ്റ് ചെയ്ത് വരുന്ന പരീക്ഷാ പേപ്പറൊക്കെ നോക്കി വരുന്ന മാർഗ് ഈ സർട്ടിഫിക്കറ്റിൽ എഴുതുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് യൂണിവേഴ്സിറ്റിക്കുള്ളിലാണ് നടക്കുന്നത്. ആ ക്ലർക്കുമാർ പലരിൽ നിന്ന് പണം വാങ്ങി ഈ മാർഗ് കൂട്ടി എഴുതി കൊടുക്കുന്ന പതിവുണ്ടെന്ന് കണ്ടെത്തുകയും അതിൽ അറസ്റ്റുകൾ നടക്കുകയും ഒക്കെ ചെയ്തു. ചില സിനിമകൾ പോലും അങ്ങനെ വന്നു അല്ലേ? ഇങ്ങനെ മാർഗ് തിരുത്തി ആ സർട്ടിഫിക്കറ്റ് വെച്ച് ഹയർ എഡ്യൂക്കേഷന് അഡ്മിഷൻ നേടി, MBBS-നും എഞ്ചിനീയറിങ്ങിനുമൊക്കെ അഡ്മിഷൻ നേടിയതിനെക്കുറിച്ച് ഉള്ള ചില പരാമർശങ്ങൾ സിനിമകളിൽ പോലും വന്നു. മാത്രമല്ല നമ്മൾ പിന്നീട് പലരെയും ഈ ഔദ്യോഗികമായിട്ട് കുറച്ച് മോശം അല്ല വേണ്ട പെർഫോമൻസ് നടത്താതിരിക്കുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച് നമ്മൾ ആക്ഷേപിച്ച് പറയാറുണ്ട്. ഇവനേതോ മാർഗ് തിരുത്തി കയറി വന്നതാണ്, മാർക്ക് ലിസ്റ്റ് തിരുത്തി കയറി വന്നതാണ്. അത് മാത്രമല്ല പണ്ട് നമ്മുടെയൊക്കെ കാലത്ത് SSLC റിസൾട്ട്, അന്ന് SSLC പ്രീഡിഗ്രി ആണല്ലോ, ഈ രണ്ട് റിസൾട്ടും SSLC പ്രത്യേകിച്ച് പരീക്ഷാ ഭവനിൽ നിന്ന് നമുക്ക് 2-3 ദിവസം മുമ്പ് അറിയാമായിരുന്നു അല്ലേ? ഒരാഴ്ച മുമ്പൊക്കെ റിസൾട്ട് അറിയാമായിരുന്നു. വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നമ്പർ കൊടുത്താൽ ഇത്ര മാർക്കുണ്ട് കേട്ടോ. അത്രത്തോളം നമുക്ക് ഒരു ഇതാണ്, അത് അറിയാനുള്ള വ്യഗ്രതയാണ്. പക്ഷെ നമുക്കറിയാം ഇപ്പൊ നടക്കുമോ? ഇല്ല, ഇപ്പൊ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അങ്ങനെ ആരും ചോദിക്കാറ് പോലും ഇല്ല, ഒന്ന് അറിഞ്ഞു തരുമോ? കാരണം ഇപ്പൊ ആൾ പാസ് ആണ്, എല്ലാം ഓൺലൈനാണ്, എല്ലാം സ്റ്റേറ്റ് വൈഡ് ഓൺലൈൻ എല്ലാം. അല്ല, ഇവിടെ ഈ നീറ്റിന്റെ കാര്യത്തിൽ വിജയ് ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്തിനാണ്? എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? വിജയ് മാത്രമല്ല, നേരത്തെ DMK-യും ഇതിനെതിരായിരുന്നു. ഏത് നീറ്റ്, ഞങ്ങൾക്ക് ഇവിടെ നീറ്റൊന്നും വേണ്ട, ഞങ്ങളിവിടെ സ്വന്തമായിട്ട് നടത്തിക്കൊള്ളാം. എന്ത് തമിഴ്നാട് എന്താ ഒരു പ്രത്യേക രാജ്യമാണ്? തമിഴ്നാട് മാത്രമല്ല, കർണാടകയിലും പ്രശാന്ത് പറയാൻ വരുന്ന അതേ വിഷയമാണ്, ഉണ്ട്, അതേ പ്രതിഭാസമുണ്ട്. പല സംസ്ഥാനങ്ങളിലും തീരക്കടൽ കള്ളക്കടൽ എന്നൊക്കെ പറയുന്നത് പോലെ തമിഴ്നാട് അല്ല കർണാടകയിലും ഇതുണ്ടായിരുന്നു. അല്ല, ഈ നീറ്റ് എന്ന് പറയുന്ന സംവിധാനം വന്നത് തന്നെ എങ്ങനെയാണ്? ഈ എക്സാമിൽ മാനിപ്പുലേഷൻസ് നടക്കുന്നു, മാൽ പ്രാക്ടീസ് നടക്കുന്നു എന്നുള്ള പരാതി വ്യാപകമായി അവസാനം സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണമല്ലേ കേന്ദ്ര സർക്കാർ ഈ നടപടി സ്വീകരിച്ചത്? നീറ്റ് എന്ന് പറയുന്ന ഒരു ഓൾ ഇന്ത്യ ലെവലിലെ ഒരു എൻട്രൻസ് എക്സാമിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനിച്ച് അങ്ങനെ കൊണ്ടുവന്നതല്ലേ? അല്ലാതെ ഇത് കേന്ദ്രത്തിൻ്റെ മാത്രം ഇഷ്ടത്തിന് ഒരു സുപ്രഭാതത്തിൽ തോന്നിയിട്ട് ചെയ്തതാണോ? അല്ല. അപ്പോൾ ഇതൊക്കെ മാത്രമല്ല, ഇതിനു മുമ്പ് മൻമോഹൻ സിംഗ് സർക്കാർ ഇരുന്ന കാലത്തും ഒക്കെ ഇത് തടയാൻ ഒരുപാട് ശ്രമം നടത്തി നോക്കി. ഈ മാൽ പ്രാക്ടീസ് തടയാൻ, ഈ മാനിപ്പുലേഷൻസ് തടയാൻ ഒരുപാട് ശ്രമം നടത്തി നോക്കി. കുറച്ചൊക്കെ വിജയിച്ചു, കുറേയൊക്കെ പരാജയപ്പെട്ടു. ഇപ്പോഴും അത് സർക്കാർ ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. അതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ തമിഴ്നാട്ടിൽ വിജയ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ എന്തുകൊണ്ട് നീറ്റിനെതിരെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പുറകിൽ ഒരു ബിസിനസ് താല്പര്യമുണ്ട്. വളരെ കൃത്യമാണ്, അതിൻ്റെ പുറകിൽ വളരെ കൃത്യമായിട്ടൊരു ബിസിനസ് താല്പര്യമുണ്ട്. നമുക്കറിയാം, ഒരു മെഡിക്കൽ കോളേജിൽ 100 സീറ്റുകൾ കാണും MBBS-ൻ്റെ, അല്ലേ? അത് ഈ മെഡിക്കൽ കോളേജിൽ 100 സീറ്റ് എന്നുള്ളത് മാത്രം നമ്മൾ കണ്ടാൽ പോരാ. തമിഴ്നാട്ടിൽ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒന്നുകിൽ ഒരു മെഡിക്കൽ കോളേജ് കാണും, അല്ലെങ്കിൽ ഒരു എൻജിനീയറിംഗ് കോളേജ് കാണും, ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഈ തരത്തിൽ കാണും. ഇവിടെ എല്ലാം പണം വാങ്ങിക്കൊണ്ട് ആളെ പ്രവേശിപ്പിക്കും. ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത്, പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കാലത്ത് ഇവിടുന്ന് ധാരാളം പേര് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും പഠിക്കാൻ വേണ്ടി പോയിരുന്നു എൻജിനീയറിങ്. ഇവിടെ അഡ്മിഷൻ കിട്ടാത്ത ഒരുപാട് പേര് തമിഴ്നാട്ടിൽ, അതായത് ഇവിടെ 50% മാർക്ക് മതി. ഓൾ ഇന്ത്യ ലെവലിൽ എൻജിനീയറിങ്ങിനോ MBBS-നോ അപ്ലൈ ചെയ്യണമെങ്കിൽ 50% മാർക്ക് വേണം. 50% ഇല്ലാത്ത ഒരാളിന് അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ 50% മാർക്ക് വാങ്ങിച്ച നല്ല ഹൈ പെർഫോമൻസിൽ വരുന്ന കുട്ടികളെ മാർക്ക് നേടിപ്പോവും, അവർ എൻട്രൻസ് എഴുതും, വിജയിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ മിനിമം 50% മാർക്കുള്ള ആൾക്കാർ തമിഴ്നാട്ടിലും
അല്ലെങ്കിൽ ഒരു 60% മാർക്കൊക്കെ ഉള്ളവർ തമിഴ്നാട്ടിലും കർണാടകത്തിലും പോയിട്ട് അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പണം കൊടുത്ത് അഡ്മിഷൻ വാങ്ങിക്കും, തലവരി പണം കൊടുത്ത് അഡ്മിഷൻ വാങ്ങും. ഇതൊരു വലിയ വ്യവസായമായിരുന്നു. സത്യത്തിൽ ഇതിനെ ഒന്ന് പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ കച്ചവടം ഒന്നുകൂടെ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചിദംബരം കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന കാലത്ത്, അതായത് 2004 ശേഷം വിദ്യാഭ്യാസ ലോൺ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നു. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ ബാങ്കിൽ ചെന്ന് ലോണ് കിട്ടും. നമ്മുടെ ബാങ്കിൽ അറിയാം, നമുക്ക് പലതരത്തിൽ ബാങ്കിൽ നിക്ഷേപമുണ്ട്, നീക്കിയിരിപ്പുണ്ട് തുക. അപ്പോൾ ഇതിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ലോൺ കൊടുക്കും. അപ്പോൾ ലോൺ നേടി പഠിക്കാം. അപ്പോൾ അച്ഛനും അമ്മയുടെയും കയ്യിൽ നിന്ന് വലിയ രീതിയിൽ പണം ഇറക്കണ്ട. ഈ കോളേജ് ഫീസും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ ലോണിൽ അങ്ങ് പോകും. മറ്റത് തലവരിയായിട്ട് കിട്ടും. ഡൊണേഷൻ എന്ന ഓമന പേരിട്ട് ആ പണം വാങ്ങിക്കാം. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ 100 സീറ്റ്, നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ MBBSന് ഒരു കോളേജിൽ 100 സീറ്റുണ്ട്. 50 സീറ്റ് മെറിറ്റും 50 സീറ്റ് മാനേജ്മെൻറ്റ് കോട്ടയുമാണ്. അതിൽ തന്നെ NRI കോട്ട ഉണ്ട് വേറെ. ഫീസ് കൂടുതലാണ്. അത് ഫീസ് കൂടുതലാണ്. അപ്പോൾ അവിടെയെല്ലാം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 50 സീറ്റിൽ തലവരി പണം വാങ്ങിച്ചുകൊണ്ട് ആളെ ചേർക്കും. മിനിമം യോഗ്യത മതി, 50% മാർക്ക് ഉണ്ടായാൽ മതി. +2-ന് പേരിനൊന്ന് എൻട്രൻസ് എഴുതണം. നമുക്കറിയാമല്ലോ, അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മോള് എൻട്രൻസ് പോലും ഒഴിവാക്കി കടന്നുകൂടിയ കഥയൊക്കെ നമ്മൾ പല ഊര് കേട്ടതാണ്. ഇപ്പോൾ EDയുടെ എൻട്രൻസിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് ആള്. ഇരിക്കട്ടെ, ഇവിടെ ഈ പറഞ്ഞതുപോലെ കുട്ടികളെ തലവരിപ്പണം വാങ്ങിച്ചുകൊണ്ട് കയറ്റുക. ഇപ്പോൾ MBBS സീറ്റിന് ഇപ്പം 1 കോടി രൂപ വരെ വാങ്ങുന്നുണ്ട്. 1 കോടിക്ക് മുകളിലാണ്, 1 കോടിക്ക് താഴെയില്ല. ഏറ്റവും കുറച്ച് വാങ്ങുന്നത് 1 കോടി രൂപയാണ്. 1 കോടി രൂപ വാങ്ങുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ തലവരി കൊടുക്കാൻ ഗതിയില്ലാത്തവരാണ് ഉസ്ബെക്കിസ്ഥാനിലും നമ്മുടെ അസർബൈജാനിലൊക്കെ പോയി പഠിക്കാൻ പോയി അവിടെ ട്രാപ്പിൽപ്പെട്ടു. അതെ, ട്രാപ്പിൽപ്പെട്ട് അവിടെ ജീവനാഹുതി അവിടെ ഇതിന്റെ 4/1 തുകയെ തലവരി അടക്കം വരുന്നുള്ളൂ. പക്ഷേ അപകടം ഏറ്റവും കൂടുതൽ അവിടെയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിലും കർണാടകത്തിലും ഈ പണം കൊടുക്കാൻ പറ്റില്ല. കാരണം 1 കോടി രൂപ അത്രയ്ക്കുള്ള വരുമാനം ഇല്ലാത്തവർ, പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇങ്ങനെ. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ പേരിലുണ്ടല്ലോ, പരസ്യമായിട്ട് തന്നെയാണ് അദ്ദേഹം ചെയർമാനായ ഗ്രൂപ്പിന്റെ മെഡിക്കൽ കോളേജ് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, പോളിടെക്നിക് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇത് തമിഴ്നാട്ടിലും ഈ കർണാടകയിലും കുടിൽ വ്യവസായം പോലെയാണ്. അതെ, കർണാടകയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് പറഞ്ഞാൽ അവിടുത്തെ മന്ത്രിമാർക്കെല്ലാം ഇപ്പോൾ IT പാർക്കാണ്. സ്വകാര്യ IT പാർക്ക്. അല്ല, അതെങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ പഠിച്ചിറങ്ങുന്നവർക്ക് ജോലിയും കൊടുക്കണം. അപ്പോൾ ഈ പറയുന്നത് പോലെ IT പാർക്കുകൾ ഉണ്ടാക്കിയിട്ടാൽ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നതിൽ നല്ല കുട്ടികളെ അവിടെ അബ്സോർവ് ചെയ്യാം. തീർച്ചയായിട്ടും. ഇരിക്കട്ടെ, അപ്പോൾ ഈ നീറ്റ് എക്സാം ഒഴിവാക്കണമെന്ന് പറയുന്നതിൻ്റെ പുറകിലെ അജണ്ട ഇതാണ്. അതായത് ഈ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഒക്കെ രാഷ്ട്രീയക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന, അവരുടെ ഗ്രൂപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോളേജുകൾ, ആ കോളേജുകളിലേക്ക് ആൾക്കാരെ നിർബാധം, മറ്റത് പറ്റില്ല, മെറിറ്റാണെങ്കിലും പിന്നെ മാനേജ്മെൻറ്റ് കോട്ടയാണെങ്കിലും ശരി, നീറ്റ് എക്സാം എഴുതി വരുന്നവരിൽ നിന്ന് മാത്രമേ ആളെ പ്രവേശിപ്പിക്കാൻ പറ്റുള്ളൂ. അവിടെ നീറ്റ് പാസ്സാകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. 22 ലക്ഷം പേരാണ് എഴുതുന്നത് നീറ്റ്. ഏറ്റവും ഒടുവിലത്തെ പരീക്ഷയിൽ പോലും 22 ലക്ഷം പേര് എഴുതി. അതിലെത്ര 2 ലക്ഷം പേർക്കാണ് കിട്ടുന്നതാകെ, ബാക്കി 20 ലക്ഷവും പോക്കാണ്. ഈ 2 ലക്ഷം എങ്ങനെ, മാനേജ്മെൻറ്റ് ഉൾപ്പെടെയാണ് 2 ലക്ഷം പറഞ്ഞത്. അതെ. അപ്പോൾ ഇതൊരു വലിയ വ്യവസായം. നോക്കൂ, 100 സീറ്റുകളുള്ള ഒരു കോളേജിൽ 50 സീറ്റ് മാനേജ്മെൻറ്റ് കോട്ടയിൽ വരുമ്പോൾ ആ 50 സീറ്റിൽ കൃത്യമായിട്ട് തലവരിപ്പണം വാങ്ങാം എന്നുള്ളതാണ്. അതിന് വിഘാതം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നീറ്റിനെതിരെ ഇവരെ തിരിയാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. അല്ലാതെ മറ്റൊന്നുമല്ല. നീറ്റിലാണ് ഈ കള്ളക്കളി നടക്കാത്തത്. അപ്പോൾ അവിടെയാണ് നീറ്റ് നമ്മുടെ വയറ്റത്തടിച്ചു, നമ്മളെ കച്ചവടം പൂട്ടിപ്പോയി. ഇതാണ് നീറ്റിനെതിരെ തിരിയാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന എല്ലാ പ്രോത്സാഹനവും കൊടുക്കുന്നത് ഇതാണ്. കാരണം ഓൺലൈനാണ്, ഇതെല്ലാം ഓൺലൈനായിട്ട് തന്നെ അഡ്മിഷൻ ചെയ്യുന്നതെല്ലാം ഓൺലൈനിലാണ്. അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഇവരുടെ കയ്യിൽ, ഇവരുടെ നിയന്ത്രണത്തിൽ നിൽക്കില്ല. അപ്പോൾ അവിടെ വന്നിട്ട് ഈ കുട്ടികളിൽ നിന്ന് പണം വിചാരിച്ചതുപോലെ പിരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം കുട്ടികൾ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ രക്ഷിതാക്കൾ പറയും, ഞങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഇങ്ങോട്ടാണ്, നിങ്ങൾ അഡ്മിഷൻ തന്നേ പറ്റുള്ളൂ. ഇവർ കോടതി പോയാൽ
ഈ മാനേജ്മെൻറ്റ് തൂങ്ങും. തീർച്ചയായിട്ടും അതെ. അവർക്ക് അഡ്മിഷൻ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ അവർ വിലപേശും. അപ്പോൾ നിങ്ങൾ ഒരു കോടിയൊന്നും തരാൻ പറ്റില്ല, ഞങ്ങളൊരു 10 ലക്ഷം രൂപ തരാം. നോക്കൂ എത്ര 10-1 കുറഞ്ഞു വരുമാനം. അപ്പോൾ ഇതാണ് ഇവരെ നീറ്റിനെതിരെ നീങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ലോബിയാണോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുന്നതെന്ന് പോലും, നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തുന്നത് ഇവരുടെ ലോബിയാണോ എന്ന് പോലും കേന്ദ്ര സർക്കാർ മുമ്പ് സംശയിച്ചിരുന്നു. നടപടി അട്ടിമറിക്കാനാണെന്ന് സംശയിക്കുന്നു. അതെ. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു വിഷയം. അപ്പോൾ ഇതൊന്നും വിജയ് ആകട്ടെ, DMK ആകട്ടെ, സ്റ്റാലിൻ ആകട്ടെ, ADMK ആകട്ടെ, എനിക്ക് തോന്നുന്നു അണ്ണാമലയെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. അതൊന്ന്. വിജയും വ്യത്യസ്തനല്ല അതിന്. രണ്ടാമത്തത് ഡീലിമിറ്റേഷൻ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അതായത് തമിഴ്നാട്ടിൽ ഇപ്പോൾ 39 സീറ്റുണ്ട്. അത് 50% കൂടെ വർദ്ധിപ്പിച്ച് 59 സീറ്റാക്കി കൊടുക്കാം എന്നാണ് അമിത്ഷാ പറഞ്ഞത്. പക്ഷേ അതിനോട് DMKക്ക് യോജിപ്പാണ്, വിജയിനൊക്കെ യോജിപ്പാണ്. 39 സീറ്റ് എന്നുള്ളത് 59 സീറ്റാവുമല്ലോ, അംഗീകരിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ 59 സീറ്റാവുമ്പോൾ UPയിൽ എത്ര സീറ്റാവും? അവിടെ 80 ആയിരുന്നു, അത് 40 കൂടെ 50% ചേരുമ്പോൾ 40, 120 സീറ്റായി. ഇതിൻ്റെ ഇരട്ടി വരുന്നുണ്ട്. തമിഴ്നാട്ടിൻ്റെ സീറ്റിൻ്റെ ഇരട്ടി വരുന്നുണ്ട് UPയിൽ. ഇതുപോലെ തന്നെ MP-യിലും ബീഹാറിലും ബംഗാളിലും രാജസ്ഥാനിലും ഒക്കെ സീറ്റ് കൂടുകയല്ലേ. അപ്പോൾ നമുക്ക് കേന്ദ്രത്തിനോട് വിലപേശാനുള്ള അവസരം കുറയുകയാണ്. ഈ വിജയിനും സ്റ്റാലിനും ഒക്കെ ഉണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഒന്ന് കയറിയിരുന്നാൽ കൊള്ളാം എന്ന്. അതാണല്ലോ ഇവരെയൊക്കെ കൊണ്ട് അത് നടക്കില്ല, അങ്ങോട്ടേക്ക് ചെന്നിട്ട് കാര്യമൊന്നുമില്ല എന്നറിയുന്നത് കൊണ്ടാണല്ലോ ഇവിടെ ഒരു പ്രധാനമന്ത്രി പദം ഒപ്പിക്കാനുള്ള കുൽസിത ശ്രമം പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ ഡീലിമിറ്റേഷൻ വരുമ്പോൾ അവർ ഭയക്കുന്നത് തമിഴ്നാട്ടിലെ സീറ്റുകൾ കൂടാതിരിക്കുന്നതല്ല, അത് കൂടും. സ്വാഭാവികമായിട്ടൊരു നിയമം വരുമ്പോൾ രാജ്യത്തെല്ലായിടത്തും കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയും കാമാഖ്യ മുതൽ സോമനാഥം വരെയും ഒരേ നിയമം തന്നെയല്ലേ, അതിനകത്ത് മാറ്റമൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ സീറ്റ് കൂടും, പക്ഷേ ഇതിൻ്റെ ഇരട്ടി സീറ്റുകളാണ് അവിടെ കൂടുന്നത്. അപ്പോൾ UPക്കും MP-ക്കും ബീഹാറിനും ബംഗാളിനും രാജസ്ഥാനിനും ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കുമൊക്കെ വിലപേശൽ ശക്തി കൂടും അല്ലേ. അപ്പോൾ അതത് സംസ്ഥാനങ്ങളിൽ ജയിച്ചു വരുന്ന ആൾക്കാർ, MP-മാർ അവിടെ കൂടുതൽ കാര്യങ്ങൾ നേടും എന്നാണ് ഇവരുടെ പരാതി. നോക്കൂ, ഇതുവരെ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഈ സീറ്റുകളുടെ, ഇപ്പം തന്നെ തമിഴ്നാട്ടിൽ 39 MP-മാർ ആണുള്ളതെങ്കിൽ ഉത്തർപ്രദേശിൽ എത്ര 80 ഇല്ലേ, ഇരട്ടിയില്ലേ? എന്നിട്ടും തമിഴ്നാട്ടിന് ഏതെങ്കിലും വിധത്തിലുള്ള അവഗണന നേരിടുന്നുണ്ടോ? ഇല്ല. തമിഴ്നാട്ടിനെന്നല്ല ഒരു സംസ്ഥാനത്തിനും ഈ പദ്ധതി വിഹിതം നൽകേണ്ടതിൽ കേന്ദ്ര സർക്കാർ കുറവ് വരുത്തിയിട്ടില്ല. കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നിർമ്മലാ സീതാരാമൻ ഇത് പാർലമെൻറ്റിൽ തന്നെ വിശദീകരിച്ചതാണ്. ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ചർച്ചയ്ക്ക് വന്നതാണ്. നമുക്കറിയാം, നമ്മുടെ മലയാളിയായ ബ്രിട്ടാസ് പോയി നാണം കെട്ടത് നമുക്കറിയാമല്ലോ. അത് കണക്ക് ചോദിച്ചപ്പോൾ നിർമ്മലാ സീതാരാമൻ കേവലം 10 വർഷത്തെ അല്ല 20 വർഷത്തെ കണക്കെടുത്ത് മുമ്പിൽ ഇട്ട് കൊടുത്തു. 2004 ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി UPA സർക്കാർ വന്നപ്പോൾ മുതലുള്ള കണക്കുകൾ എടുത്തിട്ട് കൊടുത്തു. നാണം കെട്ടില്ലേ കേരളം? അന്ന് 50,000 കോടിയാണ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് 1.5 ലക്ഷം കോടിയാണ് കേരളത്തിന് കിട്ടുന്നത് പദ്ധതി വിഹിതം. അപ്പോൾ ഇതൊക്കെയാണ് ഇവരെ വട്ടത്തിലാക്കുന്ന ഇത് വെച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കുക, തമിഴ് വികാരം ജ്വലിപ്പിക്കുക, അങ്ങനെ അത് തങ്ങളുടെ വരുതിയിലാക്കുക. ഇപ്പോൾ ഈ പാകിസ്ഥാൻ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. കടുത്ത ഇന്ത്യ വിരോധവും ഇന്ത്യ വെറുപ്പും ജനങ്ങളിൽ കുത്തിവെച്ചിട്ടാണല്ലോ അവരവിടെ രാഷ്ട്രീയ പാർട്ടികളും സൈന്യവും ഒക്കെ മുതലെടുക്കുന്നതല്ലേ. ഇതുപോലെയാണ്, ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ അരങ്ങേറുന്നത്. അത് നീറ്റിലാവട്ടെ, ഡീലിമിറ്റേഷനിലാകട്ടെ, ഈ പറഞ്ഞ പോലെ രാജേഷ് ചൂണ്ടിക്കാണിച്ച നേരത്തെ കേരള ആവശ്യപ്പെട്ട ബ്ലൂ എക്കോണമി എന്ന് കേൾക്കുമ്പം നീല സമ്പത്തെന്നാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അങ്ങനെയല്ല, കടൽ സമ്പത്താണ് വാസ്തവത്തിൽ. ഇത് തുറമുഖങ്ങളുടെ എണ്ണം കൂട്ടി മത്സ്യബന്ധനത്തിന് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് അങ്ങനെയൊക്കെയാണ് ഇവർ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അതുപോലെ തന്നെ കോസ്റ്റൽ സെക്യൂരിറ്റി അതിലൊരു പ്രധാന ഘടകമാണ്. ഈ തീരസംരക്ഷണം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് കേരളം ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. ഈ ഇടയ്ക്കാണ് യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധി സംഘം
കേരളത്തിൽ വന്നിരുന്നു. ഉവ്വ്. കോവളമടക്കം അവർ പോയി സന്ദർശിച്ചു. കഴിഞ്ഞ LDF സർക്കാരിന്റെ അവസാന കാലത്താണ് അതെ അതെ ഈ ബ്ലൂ എക്കോണമി എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം സ്ട്രെങ്തൻ എന്നതിനെക്കുറിച്ച് ചെയ്യാൻ. കാരണം ഉച്ചകോടി വരെ അവിടെ കേരളത്തിലെ മത്സ്യസമ്പത്ത് വളരെ വലുതാണ് കേരള തീരത്തുള്ളത്. അപ്പോൾ കേരളത്തിൽ നിന്ന് അതെങ്ങനെ കൂടുതൽ നമുക്ക് ഗുണപ്രദമായിട്ട് മാറ്റിയെടുക്കാം, എങ്ങനെ ആധുനിക സാങ്കേതിക വിദ്യ ഇതിനകത്ത് ഉപയോഗിച്ച് കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം, ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളം ഉന്നയിച്ചത്. അതെ. പൊതുവേ ഇതിനകത്ത് കർണാടകവും തമിഴ്നാടും ആന്ധ്രയും തെലുങ്കാനയും കേരളവും പങ്കെടുത്ത ഇതിൽ കേരളമാണ് കുറെ കൂടെ യുക്തിസഹമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ശരിയാണ്, നമുക്ക് അതൊരു വലിയ ഭീഷണിയാണ്. അത് ആ ഡാം തകർന്നാൽ സംഭവിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുതിയ ഡാം പണിയാം, ബലപ്പെടുത്തി പുതിയ ഡാം പണിഞ്ഞിട്ട് വെള്ളം മുഴുവനും നിങ്ങളെടുത്തോ, ഞങ്ങൾക്ക് വേണ്ട, ഒരു തുള്ളി പോലും ഞങ്ങൾക്ക് തരണ്ട, ഞങ്ങളിത് മുഴുവനും നിങ്ങൾക്ക് തരാം. നല്ലൊരു തീരുമാനം, നല്ല ഒരു അഭിപ്രായമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്, നല്ല നിർദ്ദേശമാണ്. പക്ഷേ ഈ തമിഴ്നാട് രാഷ്ട്രീയം അങ്ങനെയല്ല. തമിഴ്നാട് രാഷ്ട്രീയം അവിടുത്തെ ജനങ്ങളെ എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് എങ്ങനെ അവരെ പറഞ്ഞിളക്കി മുതലെടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ വിജയ് ഇതിനെ അനുകൂലിച്ചാൽ ഉടനെ DMK ഇറങ്ങും. പോയി മുല്ലപ്പെരിയാർ പോയി, മുല്ലപ്പെരിയാറിൽ നിന്ന് ഇനി ഒരു തുള്ളി വെള്ളം നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ വ്യാജ പ്രചാരണങ്ങൾ തുടങ്ങും. ഇത് ഭയന്നിട്ടാണ് വിജയ് ആ കാര്യത്തിൽ ഈ പറയുന്നത് പോലെ മുല്ലപ്പെരിയാറിൻ പുതിയ ഡാം പണിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കേരളത്തിൻ്റെ വൃഷ്ടിപ്രദേശത്ത് കേരളത്തിനൊരു ഡാം പണിയണമെങ്കിൽ ഇവരുടെ അനുവാദം വേണം. ഒരു ന്യായമായ ചോദ്യമല്ലേ? ധാർമ്മികമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. തമിഴ്നാട് നാളെ കേരളത്തിൽ നമ്മൾ എവിടെ റോഡ് പണിയണം, എവിടെ പാലം പണിയണം എന്നൊക്കെ തമിഴ്നാടാണോ തീരുമാനിക്കേണ്ടത്? അല്ലെങ്കിൽ കർണാടകയാണോ തീരുമാനിക്കേണ്ടത്? അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ മുട്ടാപ്പോക്ക്. ഇതിനെ എങ്ങനെ, അപ്പോൾ ഇപ്പോൾ DMK ആണ് ഭരിച്ചിരുന്നതെങ്കിൽ AIDMKയും വിജയും കൂടെ പറയും, ദേ കേരളത്തിന് മുട്ടുമടക്കി കേരളത്തിൻ്റെ മുമ്പിൽ, മുല്ലപ്പെരിയാർ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ഇനിയിപ്പോൾ പുതിയ ഡാം വന്നാൽ കേരളം അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കും, അപ്പോൾ കേരളം ഇങ്ങോട്ടേക്ക് വെള്ളം തരുന്നതിൻ്റെ അളവ് വളരെ കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. അത് ഇവരുടെ സ്ഥിരം പണിയാണ്. അങ്ങനെ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയം മലീമസമാക്കിയതിൻ്റെ ഫലമാണ് ഇന്ന് കാവേരി നദീജല തർക്കം അതിരൂക്ഷമായി മാറി ആളെ കൊല്ലുന്ന തരത്തിലേക്ക് പോലും അത് ചെന്നെത്തി നിൽക്കുന്നത്. ഒരു കന്നഡികനെ കണ്ടാൽ തമിഴൻ ഇളകും, തമിഴനെ കണ്ടാൽ കന്നഡികൻ ഇളകും. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് അതിനെ കൊണ്ടെത്തിച്ചു. രാഷ്ട്രീയക്കാർക്ക് അതിൽ വലിയ പങ്കുണ്ട്, ഉദ്യോഗസ്ഥർക്കും മോശമല്ലാത്ത പങ്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതെല്ലാം കേട്ട് അമിത്ഷാ ഇങ്ങനെ കയ്യും കെട്ടി ഇതെല്ലാം കേട്ട് ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ കൗൺസിൽ ആരംഭിക്കുമ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു മാതൃകാപരമായൊരു കാര്യം പറഞ്ഞു. അതെനിക്കൊന്നും മാധ്യമങ്ങൾ പോലും അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. അത് വാർത്തകളുടെ ഏറ്റവും അവസാനമാണ് അതിൻ്റെ ഇടം പിടിച്ചിരിക്കുന്നത്. അമിത്ഷാ പറഞ്ഞത് സൗത്ത് ഇന്ത്യ, ദക്ഷിണ ഇന്ത്യ രാജ്യത്തിന് മാതൃകയാണ്. എങ്ങനെ കാര്യങ്ങൾ ഗൗരവത്തിൽ ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഉത്തരേന്ത്യയേക്കാൾ കൂടുതൽ നമ്മുടെ ജനസംഖ്യാ നിയന്ത്രണം കാര്യമായിട്ട് നടന്ന ബോധവൽക്കരണം നടക്കുകയും ജനങ്ങളത് അനുസരിക്കുകയും ചെയ്തത് നമ്മുടെ ദക്ഷിണേന്ത്യയിലാണ്. അങ്ങനൊരു കാര്യമുണ്ട്. 2, വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നു. ഇനി നൈപുണ്യ വികസനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നോക്കൂ, നമ്മൾ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ വീടുകൾ നിർമ്മിക്കുന്നവരും നമ്മുടെ കേരളത്തിൽ വീടുകൾ നിർമ്മിക്കുന്ന ഈ മേസൺ പണി ചെയ്യുന്നവരെ നമ്മൾ എടുത്താൽ നൈപുണ്യം കൂടുതൽ കേരളത്തിലെ പണിക്കാർക്കാണ്. ഇപ്പോൾ ബംഗാളി പോലും ഇവിടെ വന്ന് നല്ല രീതിയിൽ പണി പഠിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇത് അമിത്ഷാ ചൂണ്ടിക്കാണിച്ചു. ഈ നൈപുണ്യ വികസനത്തിൽ ദക്ഷിണേന്ത്യ വളരെ മുന്നിലാണ് കണക്കുകൾ നോക്കുമ്പോൾ ഉത്തരേന്ത്യയേക്കാൾ. അതുപോലെ തന്നെ ഈ ദക്ഷിണേന്ത്യയുടെ പല പ്രത്യേകതകൾ, ഈ വിദ്യാഭ്യാസത്തിന്, ആരോഗ്യത്തിന് കൊടുക്കുന്ന പ്രത്യേകത, ആരോഗ്യകാര്യത്തിൽ ദക്ഷിണേന്ത്യ പുലർത്തുന്ന ഒരു സമീപനമുണ്ട്. അതിനെക്കുറിച്ച് അമിത്ഷാ പറഞ്ഞു. ഇതൊക്കെ രാജ്യത്തിന് മുഴുവനും മാതൃകയാക്കാവുന്ന കാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അത് വലിയ ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്യുന്നത് മുഴുവനും ഇവർ പറഞ്ഞ ഈ VD സതീശൻ പറഞ്ഞ മുന്നോട്ട് വെച്ച അഭിപ്രായങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അദ്ദേഹം നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്, അതിന് പ്രാധാന്യം കിട്ടിയില്ല. ഡീലിമിറ്റേഷനും മറ്റേ എന്താ പറയണ്ടേ, നീറ്റ് എക്സാം
ഒന്ന് ആലോചിച്ച് നോക്കൂ, നടക്കുന്ന കാര്യമാണോ നീറ്റ് എക്സാം എടുത്ത് കളയുക? ഇനി കേന്ദ്ര സർക്കാർ അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രമം നടത്തിയാൽ അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യില്ലേ? ചോദ്യം ചെയ്യപ്പെടില്ലേ? സുപ്രീം കോടതി നല്ല കിഴുക്ക് കൊടുക്കും കേന്ദ്ര സർക്കാരിന്. നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു. കാരണം ഇനി വിജയ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റി സ്റ്റേറ്റ് ലിസ്റ്റിലോട്ടാക്കണം. എങ്കിലല്ലേ കൊള്ളയടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എത്ര ബാലിശമായ കാര്യങ്ങളാണ്. രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥികൾക്ക് മികച്ച ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കിട്ടണം. അതിന് സ്റ്റേറ്റും കേന്ദ്രവും യൂണിയനും ഒരുമിച്ച് പ്രവർത്തിക്കണം. അതാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഇത് വരാൻ കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ പ്രതിരോധമാണെങ്കിൽ ശരി, ദേശീയ നാഷണൽ യൂണിയൻ ലിസ്റ്റിലേ വരുള്ളൂ. അതൊരിക്കലും ദേശീയ താല്പര്യമാണ്. അതൊരിക്കലും നമുക്ക് സ്റ്റേറ്റിന് കൊടുക്കാൻ പറ്റില്ല. സ്റ്റേറ്റിന് വേണ്ട സഹായങ്ങൾ അതിലേക്ക് ചെയ്യാം, പക്ഷെ അത് കൺകറൻറ്റ് ലിസ്റ്റിലോ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതുപോലെ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നതും വിദ്യാർത്ഥികളുടെ വളരെ കൃത്യമായ ഭാവി നിർണ്ണയിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയാണ് അതിലൂടെ നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ അതൊന്നും ഗൗരവത്തിലെടുക്കണം. അതൊന്നും കളിച്ച് കളയേണ്ട കാര്യങ്ങളല്ല, അല്ലെങ്കിൽ തീരെ നിസ്സാരവൽക്കരിക്കേണ്ട കാര്യങ്ങളല്ല. ഇത് രാഷ്ട്രീയം കളിച്ച് അഴിമതി നടത്താൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്നും ബലിയാടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അമിത്ഷാ പറഞ്ഞത്, പരിഗണിക്കാം, വേണ്ടതൊക്കെ എല്ലാം പറഞ്ഞല്ലോ, കേട്ടല്ലോ, ഞങ്ങൾ ആലോചിച്ച് വേണ്ടത് മറുപടി പറയാം എന്ന് പറഞ്ഞ് ഇവരുടെ നിവേദനങ്ങളും എല്ലാം വാങ്ങിച്ച് ഒന്നും മിണ്ടാതെ മടങ്ങിപ്പോയത് അതുകൊണ്ടാണ്. കാരണം അതൊക്കെ വെച്ച് ഈ പറയുന്നത് പോലെ രാജ്യത്തിൻ്റെ ഭാവി പന്താടാൻ പറ്റില്ല. അത് ഒരു ഉറച്ച മനസ്സുള്ള കേന്ദ്ര സർക്കാരിനത് കഴിയില്ല. അവരത് വളരെ കൃത്യമായിട്ട് ഇതിനെ മറികടക്കാനുള്ള അടുത്ത കാര്യങ്ങൾ അവരിങ്ങോട്ട് കൊടുത്തുകൊള്ളു. അതിന് അമിത്ഷായെ ആരും പഠിപ്പിക്കേണ്ട. പക്ഷേ വിജയിൻ്റെ ദുഷ്ടലാക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ദുഷ്ടലാക്ക്, ഞാൻ പറയുന്ന വിജയ് മാത്രമല്ല, പേരെടുത്ത് വിജയിനെ പറയുന്നതല്ല, DMKയും ഈ പറയുന്ന കന്നഡത്തിൽ നിന്നുള്ളവരും ആന്ധ്രയിൽ നിന്നുള്ളവരും കേരളത്തിൽ നിന്നുള്ളവരുൾപ്പെടെ അവർക്കെല്ലാം അവരുടേതായ സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ആ സ്ഥാപിത താല്പര്യത്തിന് പക്ഷെ വഴങ്ങാൻ കേന്ദ്രത്തിന് കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് അമിത്ഷായുടെ ആ മൗനം. എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തു വരട്ടെ. ഇനിയിപ്പോൾ കേന്ദ്രത്തിൻ്റെ ശരിയായ പ്രതികരണം മറുപടി വരാനുണ്ട്. മറുപടി വന്നതിന് ശേഷം നമുക്ക് ഈ വിഷയം കൂടുതൽ നമുക്ക് ആലോചനാ വിധേയമാക്കാം. തീർച്ചയായിട്ടും.